ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റ് അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ ഹാംസ്റ്റർ കോയിന് നമ്മൾ ടെലഗ്രാമിൽ ഇതേപോലെ ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഈ ഹാംസ്റ്റർ കോയിന് ഏതെങ്കിലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ട്രേഡിങ്ങിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായിട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോയിന് 1-2 ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പ്രീ മാർക്കറ്റിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ട്രേഡിങ്ങിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ട്രേഡിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് പല ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലും അല്ലെങ്കിൽ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പോലും അവർ ട്രേഡിങ്ങിൽ ലിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ വിഡ്രോ ആക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹാംസ്റ്റർ ക്രിപ്റ്റോ കോയിന് എപ്പോഴാണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുക, ഇത് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഡേറ്റ് എപ്പോഴാണ്, ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നോ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, അതോടൊപ്പം ഏതൊക്കെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലാണ് ഈ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ആവുന്നത്, അതുപോലെ ഈ ഹാംസ്റ്റർ കോയിന് ഏതെങ്കിലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഈ ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇത് ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാകും, എങ്കിലും കാണാത്തവരുണ്ടാകും. എന്നിരുന്നാലും നമ്മൾ ടെലഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈൻ ചെയ്യുന്ന സർവീസ് ഓപ്പൺ ചെയ്യുക. അതിൽ താഴെ മൈൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് അവിടെ മുകളിൽ സ്പെഷ്യൽസ് എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം വരുന്ന ഭാഗത്ത് അതിൽ ന്യൂ കാർഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ Web3 ഗെയിം കോൺ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കാർഡ് ഇവിടെ വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. അതിൽ ഗോ ഹെഡ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാർഡ് ഇവിടെ കളക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുക. ആ സമയം നമ്മളൊന്ന് കുറച്ച് കോയിൻസ് ചിലവാകുകയും നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് പെർ അവറിലേക്ക് കോയിൻസ് കൂടി കിട്ടുകയും ചെയ്യും. ഇവിടെ ഈ Web3 ഗെയിം കോൺ എന്ന് പറയുന്ന കാർഡിന്റെ മുകളിൽ ഒരു ടൈമർ ഇങ്ങനെ ഓടുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു സെറ്റപ്പ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിലൊരു കൗണ്ട് ഡൗൺ ആണ് കൊടുത്തിട്ടുള്ളത്, അതും ഒരു ഡേറ്റിലേക്ക്. അത് ജൂലൈ 10-ാം തീയതി Web3 കോൺഫറൻസ് നടക്കും എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ Web3 ഗെയിം കോൺ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഓഗസ്റ്റ് 6 മുതൽ 8 വരെയാണ് ഇത് നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ Web3 ഗെയിം എക്സ്പോ ആണ് Web3 ഗെയിം കോൺ എന്നത്. എന്നാൽ ഇതിലെ ഈ ഒരു ടൈമർ റൺ ആവുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂലൈ 10ലേക്ക്, അതായത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 10 ഇതിൻ്റെ ടൈമർ കൗണ്ട് ഡൗൺ എൻഡ് ആവുന്നത്. അന്ന് ജൂലൈ 10 Web3 ഗെയിം കോൺ നടക്കും. അതുപോലെ ഈ ഒരു കാർഡിൻ്റെ മുകളിൽ താഴെ കൊടുത്തിട്ടുള്ളത് കാണാം, ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് എന്നാണ്. അതായത് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഡെവലപ്പർ ടീമൊക്കെ പറയുന്നത് ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് എന്നാണ്. കാരണം ഇത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഒരു ഗെയിം പേ പ്രൊജക്റ്റാണ്. ഇതൊരു ടെലഗ്രാം മൈനിങ് ആണെങ്കിലും ഇവരുടെ പ്രൊജക്റ്റ് ഗെയിമാണ്. ഇത് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് CEO സിമിലർ കാറ്റഗറിയിലുള്ള പ്ലാറ്റ്ഫോമാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ്. അഥവാ നമ്മളൊരു എക്സ്ചേഞ്ചിൻ്റെ CEO ആണ്. നമ്മൾ ഒരു കമ്പനി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന പോലെയുള്ള ഒരു ഗെയിമാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയകളിലൊക്കെ പലപ്പോഴുമായി ഗെയിമിൻ്റെ ഫീച്ചർ ഇതാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ Web3 ഗെയിം കോൺ എന്ന കാർഡ് ഓപ്പൺ ആക്കി നോക്കിയാൽ നമുക്കിതിലിവിടെ അകത്ത് കാണാൻ പറ്റും ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് വിത്ത് ഓവർ 50 ഗെയിമിംഗ് പ്രൊജക്റ്റ് ഇൻ തായ്പേ സിറ്റി തായ്വാൻ എന്ന് കാണാം. ഇവിടെ ഇതിലുള്ള ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ Web3 ഗെയിം കോൺ നടക്കുന്നത് തായ്പേ സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇത് പ്രോഗ്രാം സാധാരണ നടക്കുന്ന ഡേറ്റ് ഓഗസ്റ്റ് 6 മുതൽ 8 വരെയാണ്. ഇവർ പറയുന്ന പോലെ ജൂലൈ 10 അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും Web3 ഗെയിം കോൺ? അതായത് ഈ ഒരു കാർഡിൻ്റെ മുകളിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് എന്ന്. ഇതിലൊരു കീവേഡ് ഉണ്ട് മനസ്സിലാക്കാൻ. ഇവരുടെ യൂട്യൂബിലും ടെലഗ്രാമിലും ട്വിറ്റർ എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇവർ പോസ്റ്റുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ പറയുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് ആണെന്നാണ്. അതായത് ഗെയിമിൻ്റെ ഭാവി ഹാംസ്റ്റർ കോമ്പാക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ പോകുന്നത് ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ആയിരിക്കും.
അന്ന് ജൂലൈ 10 നമുക്ക് ഇതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടും. അത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കണക്ട് ചെയ്ത ടെലഗ്രാം വാലറ്റിലേക്കായിരിക്കും വരിക. അന്നേരം ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പിൽ ഒന്നെങ്കിൽ ഹാംസ്റ്റർ കോയിന് അല്ലെങ്കിൽ മറ്റു ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കോയിനൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ അന്ന് നടക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോയിന് ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ആവാനായിരിക്കും പോകുന്നത്. അതായത് ബിനാൻസ്, KuCoin, MEX തുടങ്ങിയ എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലിസ്റ്റ് ആവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഈ ജൂലൈ 10 ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. അന്ന് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് കിട്ടും. ആ ഒരു ടെലഗ്രാം ചാനൽ ലിങ്ക് ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ആ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും. പിന്നെ ഹാംസ്റ്ററിൻ്റെ സോഷ്യൽ മീഡിയയിലൊന്നും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. മാത്രമല്ല ചില ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഓൾറെഡി ഹാംസ്റ്റർ കോയിന് പ്രീ മാർക്കറ്റിൽ പ്രീ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് Gate.io, KuCoin, ബിറ്റ്ജെറ്റ് തുടങ്ങിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ബിറ്റ്ജെറ്റ്, ബൈബിറ്റ് തുടങ്ങിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഈ ഹാംസ്റ്ററിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും ഇതിനെ സപ്പോർട്ട് ചെയ്ത ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും തീർച്ചയായിട്ടും ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് hamstercompact.io എന്ന വെബ്സൈറ്റ് ആണ്. ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ഏറ്റവും മുകളിൽ വൈറ്റ് പേപ്പർ കമ്മിങ് സൂൺ എന്ന് കൊടുത്തിട്ടുള്ളത് കാണാം. അതായത് ഹാംസ്റ്റർ കോയിൻ്റെ വൈറ്റ് പേപ്പർ വന്നിട്ടില്ല, അത് ഉടൻ തന്നെ വരും എന്നാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതായി ഇനി ഏതൊക്കെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ആവും എന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളുടെ ലോഗോ കൊടുത്തിട്ടുള്ളത് കാണാം. അത് അടയാളപ്പെടുത്തുന്നത് ബിനാൻസ്, ബൈബിറ്റ്, OKX, ബിൻസ്, HTX, KuCoin, Gate.io, MEX, ബിറ്റ്ജെറ്റ് തുടങ്ങിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ ഇത്രയും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇവിടെ പ്രഡിക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ ഇത് 100% ഉറപ്പൊന്നും പറഞ്ഞില്ല. ചിലപ്പം ഈ പറഞ്ഞ എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും ലിസ്റ്റ് ആവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഈ വെബ്സൈറ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ റോഡ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും 2024 മാർച്ചിൽ നടന്ന റോഡ് മാപ്പ് ഇവിടെ കാണാം. ബേസ് ഗെയിം, മൈനിങ് അപ്ഡേറ്റ്, ഏൺ ടാസ്ക് ഇതൊക്കെ ഓൾറെഡി അവർ റോഡ് മാപ്പിൽ പറഞ്ഞ പോലെ നടന്നതാണ്. അതുപോലെ ഏപ്രിൽ മാസത്തിൽ റഫറൽ സിസ്റ്റം, ലെവൽ റേറ്റിംഗ്, ഡെയിലി റിവാർഡ്സ് അതൊക്കെ ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ കൊണ്ടുവന്നതാണ്. അതുപോലെ മെയ് മാസത്തിൽ സ്പെഷ്യൽ കാർഡ്സ്, ഡെയിലി കോംബോ, പാർട്ട്ണർ, ബ്ലോക്ക് ചെയിൻ അനൗൺസ്മെൻറ്റ് ഇതൊക്കെ ഓൾറെഡി ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്ന അപ്ഡേറ്റ് ആണ്. അതുപോലെ ജൂൺ മാസത്തിൽ ഓൺ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, വാലറ്റ് ഇൻ ഗെയിം ഇംപ്ലിമെൻറ്റേഷൻ, Web3 പ്രീ ലിസ്റ്റിംഗ് കോസ്റ്റ് ഈ പറഞ്ഞ അപ്ഗ്രേഡേഷനൊക്കെ ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ Web3 പ്രീ ലിസ്റ്റിങ്ങിൽ ഇപ്പോൾ ഓൾറെഡി പ്രീ മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തൊക്കെ അതിൽ പെടും. അടുത്തത് ഇവിടെ ജൂലൈ മാസത്തിൽ TGE, ടോക്കൺ ഇൻ ഗെയിം യൂട്ടിലിറ്റി ലോഞ്ച് തുടങ്ങിയ കാര്യങ്ങളാണ് റോഡ് മാപ്പിൽ പറയുന്നത്. അതിൻ്റെ താഴെ Q3, Q4 അത് വരുന്ന മാസങ്ങളിലാണ്. അതിൽ വരുന്ന അപ്ഗ്രേഡേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ജൂൺ മാസത്തിൽ പ്രീ ലിസ്റ്റ് ആവുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് റോഡ് മാപ്പിൽ പറഞ്ഞ പോലെയാണ് ഇതുവരെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പ്രൊജക്റ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അത് നമ്മൾ ഇതുവരെ വന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇതുവരെ നടന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ അപ്ഗ്രേഡേഷനൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 10 ഈ മാസം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം എടുത്തിട്ട് ഒരുപാട് മാസങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിന് ലിസ്റ്റ് ആകാൻ പോകുന്നത്. ഇനി അഥവാ ഏതെങ്കിലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും. അപ്പോൾ നിലവിൽ ഹാംസ്റ്റർ കോയിന് ഒഫീഷ്യലായിട്ട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്. ഇനി എങ്ങാനും പെട്ടെന്ന് ഹാംസ്റ്റർ കോയിൻ ഏതെങ്കിലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആവുന്ന ഡേറ്റ് അപ്ഡേറ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലെ പുതിയ വീഡിയോകൾ ഇതേപോലെ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്കും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.